ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ ഈ പേപ്പർ പാറ്റേൺ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫാബ്രിക്കിൽ വെച്ച് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള നീളം ഞാൻ മെഷർ ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പേപ്പർ പാറ്റേണിൻ്റെ അതുപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. വേസ്റ്റ്, ഹിപ്പ് അങ്ങനെ എല്ലാ പോയിൻറ്റ്സിലും നമ്മൾ നോച്ചസ് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. സ്ലീവും അതുപോലെ തന്നെ സെൽവേജ് ടു സെൽവേജ് മടക്കിയിട്ടാണ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഞാൻ സെപ്പറേറ്റാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. രണ്ട് സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടാൻ വേണ്ടി റോങ് സൈഡ്സ് തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് പാറ്റേൺ ഇതുപോലെ വെച്ച് ഞാൻ ഫ്രണ്ട് ആം ഹോള് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഫോർ സെൻറ്റിമീറ്റർ വീതിയുള്ള ക്രോസ് പീസസ് കട്ട് ചെയ്ത് ഇതുപോലെ മടക്കി അയൺ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ലീവിൻ്റെ അടിവശവും മടക്കി അയൺ ചെയ്ത് തയ്ച്ച് വയ്ക്കുന്നു. ഞാൻ എൻ്റെ റെഗുലർ ഫുഡ് മാറ്റിയിട്ട് ഈ പ്ലാസ്റ്റിക് ഫുഡാണ് ഉപയോഗിക്കുന്നത്. അത് ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയാണ്. ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഓവർലോക്ക് ചെയ്യുന്നു. ഇനി അടുത്തതായി നെക്കും ഫിനിഷിങ്ങിന് വേണ്ടി ക്രോസ് പീസ് വെച്ചിട്ട്, അതായത് ബയ സ്റ്റെപ്പ് വെച്ചിട്ട് ഷോൾഡർ ഭാഗത്തുനിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. റോഡ്ജസ് തമ്മിൽ മാച്ച് ചെയ്ത് വെച്ച് സൈഡിൽ കൂടെ ഒരു 2 മില്ലിമീറ്റർ വിട്ട് തയ്ച്ചു പോകുന്നു. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി അതിനെ വീണ്ടും ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നു. ഫുൾ റൗണ്ട് നമ്മൾ ഇതുപോലെ പതിച്ചടിക്കുന്നു. ആ തയ്യൽ തുമ്പ് കണ്ടോ, അത് പീസിൻ്റെ അടിയിൽ വരത്തക്ക വിധം വേണം പിടിച്ചു വെച്ചിട്ട് വേണം ഫുൾ റൗണ്ട് തയ്ക്കാനായിട്ട്. ഫുൾ റൗണ്ട് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇതിനെ ആ ജോയിൻ്റ് വെച്ച് ഉള്ളിലേക്ക് മടക്കി അയൺ ചെയ്തിട്ട് വേണം ഹാൻഡ് ഹെം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നെക്ക് ഫിനിഷിങ് കഴിഞ്ഞു. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോൾഡറിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുപോലെ വെച്ച് പിൻ ചെയ്ത് മാർക്ക് ചെയ്തിട്ട് വേണം ഷോൾഡറിൻ്റെ ഹെഡ് കണ്ടുപിടിക്കാനായിട്ട്. അതായത് സ്ലീവിൻ്റെ മിഡിൽ ഭാഗം അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗം നമ്മൾ ഇതുപോലെയാണ് കാണുന്നത്. ഷോൾഡർ ജോയിൻറ്റിൽ വെച്ചിട്ടല്ല സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വേണം. നടുക്ക് വശം ഞാൻ മാർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്ലീവിൻ്റെ നടുക്ക് വശം മാർക്ക് ചെയ്യുന്നു.
ഈ പോയിൻറ്റുകളെ തമ്മിൽ റോജസ് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. ഞാൻ തയ്ക്കുമ്പോൾ ഇതാ കാണാം, മിഡിൽ നിന്നും ഒരു സൈഡിലേക്ക് വരുന്നു, വീണ്ടും ആ സൈഡിൽ നിന്ന് തന്നെ തിരിച്ച് മറ്റേ അറ്റത്തേക്ക് തയ്ച്ചു പോകുന്നു. സ്ലീവ് ജോയിൻറ്റ് 1-2 പ്രാവശ്യം തയ്ക്കാമെങ്കിൽ തയ്ക്കാം, ഇല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യുന്നതിൻ്റെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നെക്ക് ഹാൻഡ് ഹെം കൊടുത്ത് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ പിൻ ചെയ്യുക. ആ ജോയിൻറ്റിൽ വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്യുക. ഇതിന് വേണ്ടിയാണ് നമ്മൾ നോച്ചസ് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസിൻ്റെ ആ നോച്ചുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്തിട്ട് വിടർത്തിയിടുക. അതിനുശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്ത് തയ്ക്കുന്നത്. നമ്മുടെ മെഷർമെൻറ്റിനോട് മാച്ചാകത്തക്ക വിധം ഞാൻ 2 സൈഡിൽ നിന്നും ഓരോ ഇഞ്ചസ് വീതം മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ വേസ്റ്റിൽ നിന്നും 2 സൈഡിൽ നിന്നും ഒരുപോലെയാണ് മാർക്ക് ചെയ്യുന്നത്. ഹിപ്പും അതുപോലെ തന്നെ. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റുകളെ തമ്മിൽ ആണ് നമ്മൾ തയ്ച്ച് യോജിപ്പിക്കുന്നത്. ഓവർലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അഴിഞ്ഞ് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ ചെയ്യുന്നത്. ഒരു കഷ്ണം സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ കോർണറാക്കി സൂചിയിലേക്ക് നമ്മളിതുപോലെ കോർത്ത് കൊടുക്കുന്നു. ഇത് ഓവർലോക്ക് ചെയ്ത നൂലാണ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റം സെക്യൂർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടി കോർത്ത് മാക്സിമം എത്തുന്നത്ര എടുത്തിട്ട് ട്രിം ചെയ്ത് മാറ്റുന്നു. ഇനി സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഓരോ ആദ്യം മടക്കി അയൺ ചെയ്യുന്നു. അതുപോലെ വെച്ചിട്ട് പിൻ ചെയ്യണമെങ്കിൽ പിൻ ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്യുന്നു. അതിനുശേഷം ഉള്ളിലേക്ക് ഇതുപോലെ ഒന്നുകൂടി മടക്കി വീണ്ടും അയൺ ചെയ്തിട്ട് തയ്ക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. നല്ല നീറ്റായിട്ട് ഫിനിഷിങ് കിട്ടും.
അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അടിവശവും ഇതുപോലെ തന്നെ മടക്കി പിൻ ചെയ്യുന്നു. അയൺ ചെയ്തതിന് ശേഷം അടിവശത്തു നിന്ന് ഇതുപോലെ തുടങ്ങി തയ്ച്ച് ആ ജോയിൻറ്റിൽ വന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യുന്നു. അതായത് ബാക്ക് ആൻഡ് ഫോർത്ത് കൊടുത്ത്, അതായത് മുന്നോട്ടും പുറകോട്ടും തയ്ച്ച് ലോക്ക് ചെയ്തിട്ടാണ് വീണ്ടും ഈ അറ്റം വഴി വന്ന് ഇത് ഫുൾ റൗണ്ട് നമ്മളിങ്ങനെ ഒറ്റയടിക്ക് തന്നെ തയ്ച്ച് പോകുന്നു. നല്ല നീറ്റ് ഫിനിഷിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. Thank you so much for watching. Happy sewing.